നമ്മുടെ കയ്യിലെ ഏറ്റവും വിലയേറിയ ഒന്നാണ് സമയം. കാരണം അതൊരിക്കലും തിരികെ കിട്ടില്ല. ഇത് പറഞ്ഞത് 2000 വർഷം മുൻപാണ്. എന്നാലും ഇന്നത്തെ കാലത്തും ഇതെത്ര സത്യമാണല്ലേ? അപ്പോ എന്തുകൊണ്ടാ നമുക്ക് എപ്പോഴും സമയം തികയുന്നില്ല എന്ന് തോന്നുന്നത്? ഇതൊരു സാധാരണ പ്രശ്നാണ്. സമയം ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ബന്ധങ്ങളെയും സ്വപ്നങ്ങളെയും ഒരുപോലെ ബാധിക്കും. അപ്പോ ഇതിനെ എങ്ങനെ മറികടക്കാം? നമുക്ക് സ്റ്റോയിക്കുകൾ എന്ത് പറയുന്നുവെന്ന് നോക്കാം. ഇതൊരു സിമ്പിൾ ഐഡിയ ആണ്. നമ്മുടെ കൺട്രോളിൽ ഉള്ള കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നോക്കൂ, ആയുസ് നമ്മുടെ കയ്യിലല്ല, പക്ഷെ നമ്മുടെ സമയം എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. ശരി, ഈ അറിവ് നമുക്ക് എങ്ങനെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താം? അതിനൊരു കിടിലൻ ടൂളുണ്ട്. പ്രസിഡന്റ് ഐസൻഹോവർ ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നിക്കാണിത്. ജോലികൾ ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു രീതി. നമ്മുടെ ടാസ്കുകളെ രണ്ട് കാര്യങ്ങൾ വെച്ച് 4 തരംതിരിക്കാം: പ്രാധാന്യവും അടിയന്തര സ്വഭാവവും. ഇതാണ് ആദ്യത്തെ ക്വാഡ്രന്റ്, അതായത് ഉടൻ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ പണിപ്പാളും. ഇവയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പക്ഷെ അത്ര അർജന്റല്ല. അതുകൊണ്ട് എപ്പോ ചെയ്യുമെന്ന് പ്ലാൻ ചെയ്യണം. ഇവ അർജന്റായി തോന്നാം, പക്ഷേ അത്ര പ്രധാനപ്പെട്ടതല്ല. ഇത് മറ്റൊരാളെ ഏൽപ്പിക്കുന്നതാണ് നല്ലത്. നാലാമത്തേത് സിമ്പിളാണ്: പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ. ഇവയെ അങ്ങ് ഒഴിവാക്കുക, ഡിലീറ്റ് ചെയ്യുക. ഓക്കേ, എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചു. ഇനി എങ്ങനെ ശ്രദ്ധയോടെ ചെയ്യാം? അതിനും വഴിയുണ്ട്. 25 മിനിറ്റ് ജോലി, 5 മിനിറ്റ് ബ്രേക്ക്. ഇത് നിങ്ങളുടെ ഫോക്കസ് കൂട്ടാൻ അടിപൊളിയാണ്. ഒരു കാര്യം ചെയ്യാൻ 2 മിനിറ്റിൽ താഴെ മതിയോ? എങ്കിൽ അത് അപ്പത്തന്നെ ചെയ്യാ, പിന്നത്തേക്ക് വെക്കണ്ട. ഓർക്കുക, സമയത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് ഒന്നല്ല. ഓരോ സംസ്കാരത്തിനും അത് വ്യത്യസ്തമാണ്. അപ്പോൾ കാര്യം പ്രൊഡക്ടിവിറ്റി മാത്രമല്ല, നമുക്ക് ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തലാണ്. അപ്പോ ഒന്നോർത്തു നോക്കൂ, നിങ്ങളുടെ ഓരോ നിമിഷവും നിങ്ങൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്?